ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചെറുപയർ കറിയാണ്. ഓവർനൈറ്റ് കുതിരാൻ വെച്ചിട്ട് അത് തിളപ്പിച്ച് വെച്ചതാണ്. കുറച്ച് തേങ്ങ എടുക്കാം, പച്ചമുളക്, 3-4 വെളുത്തുള്ളി, ചെറിയുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. വെളുത്തിരിക്കുന്ന കറി ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഒന്ന് അടിച്ചെടുത്ത് വരാം. അങ്ങനെ മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. ഇത് നല്ലോണം ശകലം ഉപ്പും എണ്ണയും കൂടെ ഒഴിച്ച് വേവിക്കാൻ വെക്കുക. 3-4 തിള വന്നു കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് ഗ്യാസിൽ തന്നെ വെക്കുക. അതിരുന്ന് വേകുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. മസാല റെഡിയായി, ഇതിലേക്ക് ഒഴിക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാം. മിക്സി ശരി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടാന്ന് വേവിച്ച് അതിനനുസരിച്ച് വീണ്ടും ഇടാവൂ. ഇളക്കി കൊടുക്കാം. കറിവേപ്പില ഇങ്ങനെ 2ആയിട്ട് മുറിച്ചിടുക. നല്ലൊരു പ്രത്യേക ഒരു മണമാണ്. തേങ്ങ അരയ്ക്കുന്നതിൽ ഒരു 2-3 എണ്ണ ഇട്ട് അരയ്ക്കുക. അങ്ങനെ നമ്മുടെ കറി നല്ലവണ്ണം തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി ഇറക്കി വെച്ച് കടുക് വറുത്തിടാം. ചീനച്ചട്ടി വെക്കുക. അതിൽ വെള്ളം ഉണ്ടെങ്കിൽ ഒരു തുണി ഇട്ട് തുടച്ചാൽ വേഗം നമുക്ക് ചീനച്ചട്ടി ചൂടായി കിട്ടും. ഗ്യാസ് ലാഭിക്കാം. കടുക് വറക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ കടുക് വറക്കാൻ ശ്രമിക്കുക. ഞാനിവിടെ പാരച്യൂട്ടിൻ്റെ എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്കിനി ചുമന്ന മുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. കടുക് വറുത്തിട്ടിട്ട് ഉടൻ തന്നെ അടച്ച് വെക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മണം പോകും.